നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവഹ്നിം ജനകാത്മജായ ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യ. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രസ്വാമികളുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞം അതിൻ്റെ 376 ഭാഗം ആരംഭിക്കുകയാണ്. എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കളെയും ഈ യജ്ഞത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ 11ാം സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു ആഞ്ജനേയസ്വാമി രാവണൻ്റെ ശാലകളിൽ പ്രധാന ശാലയിലൊക്കെ അന്വേഷിച്ച് നടന്നു സീതാദേവിയെ. അവിടെ അത്യത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടത്. പുഷ്പക വിമാനം കണ്ടു. മാത്രമല്ല അനവധി സുന്ദരി സ്ത്രീകൾ, മതവിഹ്വലരായിട്ടുള്ള സ്ത്രീകൾ പാനഭൂമിയിൽ അങ്ങനെ മതിച്ച് നൃത്തമാടി ക്ഷീണിച്ച് അവശരായി കിടന്നുറങ്ങുന്നതൊക്കെ കണ്ടു. അതിൻ്റെ ഒരു വിശദമായ കാഴ്ചയാണ് നമ്മളെ കാണിച്ചത് കഴിഞ്ഞ അധ്യായത്തിൽ. കുറേ അന്വേഷിച്ച് നടന്ന ആഞ്ജനേയസ്വാമിക്ക് രാവണനെയും മണ്ഡോദരിയെയും കാണാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത്. രാവണനാണെങ്കിൽ ബൃഹത്തായിട്ടുള്ള തൻ്റെ ശരീരം, തൻ്റെ നീണ്ട് തടിച്ച കൈകൾ, രാക്ഷസൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള രൂപം കണ്ട് ആഞ്ജനേയസ്വാമിനെ അല്പം ഒന്ന് ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുന്നു. ഇത്ര വലിയൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു രാക്ഷസനെ ഇതുവരെ കണ്ടിട്ടില്ല ആഞ്ജനേയൻ. അതേപോലെ തന്നെ അതിസുന്ദരിയായിട്ടുള്ള മണ്ഡോദരിയെ കണ്ടു. മണ്ഡോദരിയെ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു എന്നാണ്, സീതാദേവിയാണെന്ന് വിചാരിച്ചു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ ലോകത്തിൽ കാണാത്ത അത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ. അത് സാക്ഷാൽ സീതാദേവി തന്നെയാണോ എന്ന് ആഞ്ജനേയൻ സംശയിച്ചു. സന്തോഷമായി. തൽക്കാലം സീതാദേവിയെ കാണാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ തൻ്റെ വാലൊക്കെ പിടിച്ചൊന്ന് ചുംബിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല കയ്യൊട്ടി ചിരിച്ചുകൊണ്ടും ദേവിയുടെ അംഗസൗഷ്ഠവം കണ്ട് ആനന്ദ നൃത്തമാടിക്കൊണ്ടും ആടാനും പാടാനൊക്കെ തുടങ്ങിയതാണ്. സന്തോഷത്തോടുകൂടി വാനരന്മാരുടെ ചേഷ്ടകളെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി തൂണുകളിലൊക്കെ കുതിച്ചു കയറി പെട്ടെന്ന് നിലത്തേക്കൊക്കെ ചാടി ആനന്ദ നൃത്തം ചെയ്തു എന്നൊക്കെ പറയണു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് സീതാദേവിയല്ല, മണ്ഡോദരിയാണ് എന്ന് മനസ്സിലായത്. ആദ്യം അത് യഥാർത്ഥമായിട്ടുള്ള രൂപം മനസ്സിലാവാതെയാണ് ആഞ്ജനേയസ്വാമി. മനസ്സിലെപ്പോഴും സീതയുടെ വിചാരം തന്നെയാണ്, സീതാദേവിയെ കാണണം, സീതാദേവിയെ കണ്ടുപിടിക്കണം, തൻ്റെ സ്വാമിയുടെ പത്നിയെ കണ്ടുപിടിച്ച് വേഗം പോയി സ്വാമിയോട് പറയണം. ഇതെല്ലാം മോഹിച്ചുകൊണ്ടാണ് ആഞ്ജനേയസ്വാമി ഓരോ നിമിഷവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാണുന്നതെല്ലാം സീതാദേവിയുടെ ഒരു ഛായയിലായിരുന്നു എന്നർത്ഥം.
അപ്പോൾ നല്ല നല്ല സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ടപ്പോൾ അത് സീതാദേവിയാണ് സംശയിച്ചതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഏതായാലും അങ്ങനെയുള്ള താൽക്കാലിക ആനന്ദം എല്ലാം കഴിഞ്ഞ് ഒരു ദേവനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി ആഞ്ജനേയ സ്വാമി എന്നൊക്കെ പറയുകയാണ് സീതാദേവിയെ പറ്റിയുള്ള ചിന്തകൾ. എന്തായാലും ഇങ്ങനെ ഒരു ശ്രീരാമനെ ഉപേക്ഷിച്ചിട്ട് സീതാദേവി ഒരിക്കലും ശാന്തമായി കിടന്നുറങ്ങില്ല, ശാന്തമായി ഭക്ഷണം കഴിക്കില്ല, ജലപാനം പോലും ചെയ്യില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കിടക്കുന്ന സ്ത്രീ സീതാദേവി ആവില്ല എന്ന് തീരുമാനിച്ചു ആഞ്ജനേയൻ. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ആ പാനഭൂമി എന്നാണ് പറയുക. ആ ശാല മുഴുവൻ അടുത്ത ശാലകളിലും ഒക്കെ ദർശനം ചെയ്ത് ഹനുമാൻ അവിടെ കണ്ട കാഴ്ചകളെല്ലാം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ 11ാമത്തെ സർഗത്തിൽ. പാനഭൂമി വിജയ എന്നാണ് അധ്യായത്തിൻ്റെ പേര്. വിജയം അന്വേഷണം എന്നർത്ഥം. പാനഭൂമി അന്വേഷിക്കുന്നത് ഹനുമാൻ കണ്ട കാഴ്ചകൾ വർണ്ണിക്കുന്നു. നമുക്ക് ആ സർഗമൊന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാം. 11ാം സർഗം സുന്ദരകാന്ഡം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 11 സർഗ. അവധൂയ ച താം ബുദ്ധിം ബഭൂവാവസ്ഥിതസ്തദാ ജഗാമ ചാപരാം ചിന്താം സീതാം പ്രതി മഹാകപി. ന രാമേണ വിയുക്താ സാ സ്വപ്തുമർഹതി ഭാമിനി. ന ഭോക്തും നാപ്യലങ്കർത്തും ന പാനോപസേവിതം. നാന്യം നരോപസ്ഥാതും സുരാണാമപി ചൈശ്വരം. ന ഹി രാമസമഃ കശ്ചിൽ വിദ്യതേ തിദശേഷ്വപി. അന്യേയമിതി നിശ്ചിത്യ പാനഭൂമോ ചചാരസ. ക്രീഡിതേനാപരാക്രാന്ത ഗീതേന ച തഥാ പരാം. നൃത്തേന ചാപരാക്രാന്ത പാനവിപ്രഹതാസ്തഥാ. മുരജേഷു മൃദംഗേഷു പീഠികാസു ച സംസ്ഥിതാ. തഥാ സ്തരണമുഖ്യേഷു സംവിഷ്ടാശ്ചാപരാ സ്ത്രിയ. അംഗനാനാം സഹസ്രേണ ഭൂഷിതേന വിഭൂഷണൈഃ. രൂപസല്ലാപശീലേന യുക്തഗീതാർത്ഥഭാഷിണ. ദേശകാലാഭിയുക്തേന യുക്തവാക്യാഭിധായിന. രഥാഭിരതസംസുപ്തം ദദർശ ഹരിയൂഥപ. അന്യത്രാവിവരസ്ത്രീണാം രൂപസല്ലാപശാലിനാം. സഹസ്രം യുവതീനാം തു പ്രസുപ്തം സ ദദർശഃ. ദേശകാലാഭിയുക്തം തു യുക്തവാക്യാഭിധായിജാം. താസാം മധ്യേ മഹാബാഹോ ശിശുഭേ രാക്ഷസേശ്വരാം. ഗോഷ്ഠേ മഹതി മുഖ്യാനാം ഗവാം മധ്യേ യഥാ വൃഷാം. സ രാക്ഷസേന്ദ്രശിശുഭേ താഭിഃ പരിവൃതസ്വയം. കരേണഭിർയഥാരണ്യേ പരികീർണോ മഹാദ്വീപാം. സർവകാമൈരുപേതാം ച പാനഭൂമിം മഹാത്മനാം. ദദർശ കവിശാർദൂലസ്തസ്യ രക്ഷപതേർഗുഹേ. മൃഗാണാം മഹിഷീണാം ച വരാഹാണാം ച ഭാഗശാം. തത്രന്യസ്താനി മാംസാനി പാനഭൂമോ ദദർശസാം. രൗക്മേഷു ച വിശാലേഷു ഭാജനേഷ്വർത്ഥഭക്ഷിതാൻ. ദദർശ കവിശാർദൂലോ മയൂരാൻ കുക്കുടാംസ്തഥാ. വരാഹവാധ്രീണസകാൻ ദധിസൗവർച്ചലായുതാൻ. ശല്യാൻ മൃഗമയൂരാംസ ഹനുമാനന്വൈക്ഷതാം. ക്രകരാൻ വിവിധാൻ സിദ്ധാം ശകോരാൻ അർത്ഥഭക്ഷിതാൻ. മഹിഷാനേകശല്യാംശ ശാഗാംശ കൃതനിഷ്ഠിതാൻ. ലേഹ്യാനുച്ചാവജാൻ പേയാൻ ഭോജ്യാനി വിവിധാനി ച. തഥാമ്രലവണോത്തം സൈ വിവിധേ രാഗഷാഢവൈഃ. ഹരനോപുരകയൂരൈർ അപവിദ്ധൈർമഹാധനൈഃ. പാനഭാജനവിക്ഷിപ്തൈഃ ഫലൈശ്ച വിവിധൈരപി. കൃതപുഷ്പോപഹാരാഭോരധികം പുഷ്യതി ശ്രിയം. തത്ര തത്ര ച വിന്യസ്തൈഃ സുശിഷ്ടൈഃ ശയനാസനൈഃ. പാനഭൂമിർവിനാവഹ്നിം പ്രദീപ്തേവോപലക്ഷ്യത്തെ. ബഹുപ്രകാരൈർവിവിധൈർവരസംസ്കാരസംസ്കൃതൈഃ. മാംസൈഃ കുശലസംയുക്തൈഃ പാനഭൂമിഗതൈഃ പൃഥക്.
दिव्या प्रसन्ना विविधा सुरा कृतसुरा अपि शर्करासवमाद्वीका पुष्पासवफलासवाः वासचूर्णैश्च विविधैर्दृष्टास्तैस्तैः पृथक् पृथक् संतदा शुशुभे भूमिर्माल्यैश्च बहुसंस्थितैः हिरण्मयैश्च विविधैर्भाजनैः स्फाटिकैरपि जम्बूनदमयैश्चान्यैः करकैरपि संवृतां राजतेषु च कुम्भेषु जम्बूनदमयेषु च पानश्रेष्ठं तथा भूरि कविस्तत्र ददर्शसां सोपश्यच्छातकुम्भानि शीथोर्मणिमयानि च राजधानि च पूर्णानि भाजनानि महाकपि क्वचित् अर्थावशेषाणि क्वचिल्पीतानि सर्वशां क्वचिन्नैव प्रवीतानि पानानि स ददर्शः क्वचिल्भक्ष्यांश विविधान् क्वचिल्पानानि भागशाम् क्वचिल् अन्नावशेषाणि पश्यन्वै विचचारः क्वचिल्प्रभिन्नः करकैः क्वचिल् आलोलितैर्घटैः क्वचिल् सम्पृक्तमाल्यानि मूलानि च फलानि च शयनान्यत्र नारीणां शुभ्राणि बहुधा पुनः परस्परं समाश्लिष्य काश्चिल् सुप्तावराङ्गना काचिच्च वस्त्रमन्यस्या स्वपन्द्या परिधाय च आहृत्य चाबला सुप्ता निद्राबलपराजिताः तासामुच्चस्ववातयेन वस्त्रं माल्यं च गात्रजं नात्यर्थं स्पन्दते चित्रं प्राप्य मन्दमिवानिलं चन्दनस्य च शीतस्य शीतोर्मधुरसस्य च विविधस्य च माल्यस्य धूपस्य विविधस्य च बहुधा मारुतस्तत्र गन्धं विविधमुद्वहन् रसानां चन्दनानां च धूपानां चैव मूर्च्छिता प्रभवौ सुरभिर्गन्धो विमाने पुष्पके तदा श्यामावदातास्तत्रान्या काश्चिल् कृष्णावराङ्गना काश्चिल् काञ्चनवर्णाङ्ग्या प्रमुदा राक्षसालये तासां निद्रावशत्वाच्च मदनेन च मूर्छितं पद्मिनीनां प्रसुप्तानां रूपमासीद्यथैव हि एवं सर्वमशेषेण रावणान्तःपुरं कपि ददर्श सुमहातेज न ददर्श च जानकीम् निरीक्षमाणश्च ददातास्त्रियः स महाकविः जगाममहतीं चिन्तां धर्मसाध्वशङ्कितां परदारावरोधस्य प्रसुप्तस्य निरीक्षणम् इदं खलु ममात्यर्थं धर्मलोपं करिष्यति न हि मे परदाराणां दृष्टिर्विषयवर्तिनी अयं च अत्र मया दृष्टा परदारपरिग्रहा तस्य प्रादुरभूविच्चिन्ता पुनरन्या मनस्विनां निश्चितैकान्तचित्तस्य कार्यनिश्चयदर्शिनी कामं दृष्टा मया सर्वा विश्वस्ता रावणश्रियां न हि मे मनसः किञ्चित् वैकृत्यमुपपद्यते मनो हि हेतुः सर्वेषामिन्द्रियाणां प्रवर्तने शुभाशुभास्वस्थासु तच्च मे सुव्यवस्थितम् नान्यत्र च मया शक्या वैदेही परिमार्गितं स्त्रियो हि स्त्रीषु दृश्यन्ते सर्वथा परिमार्गणे यस्य सत्त्वस्य या योनिस्तस्यां तल्परिमृग्यते न शक्या प्रमदा नष्टा मृगीषु परिमार्गितुम् तदिदं मार्गितं तावत् शुद्धेन मनसा मया रावणान्तःपुरं सर्वं दृश्यते न च जानकी देवगन्धर्वकन्याश्च नागकन्याश्च वीर्यवान् अपेक्षमाणो हनुमान् नैवापश्यत जानकीं तामपश्यन् कपिस्तत्र पश्यंश्चान्यावरस्त्रिया अपक्रम्य तदा वीरः प्रख्यातुम् उपचक्रमे स भूयस्तु परं श्रीमान् मारुतिर्यत्नमास्थिता आपान भूमिमुत्सृज्य तां विजेतं प्रचक्रमे इत्यार्षे श्रीमद् रामायणे वाल्मीकि आदिकाव्ये चतुर्विंशतिसहस्रिकायां संहितायां सुन्दरकाण्डे पानभूमिविजयो नाम एकादशः सर्गः सर्वत्र रामनामसङ्कीर्तनं राम राम
രാമ 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 രാമ. 11-ാമത്തെ സർഗം സുന്ദരകാന്ഡം. മാരുതി ഹനുമാൻ സീതാ അന്വേഷണത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സ്ഥലങ്ങളും അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് മണ്ഡോദരിയെ കാണാനായിട്ട് ഇടവന്നു. മണ്ഡോദരി കിടക്കുന്നത് കണ്ടവരുടെ സുന്ദരിയായ സ്ത്രീയെ കണ്ട് അതാണ് സീതാദേവി എന്ന് തെറ്റിദ്ധരിച്ചു. പെട്ടെന്നാണ് തനിക്ക് തെറ്റുപറ്റിയതായിട്ട് തോന്നി ഹനുമാന്. തൻ്റെ വാനരത്വം കളഞ്ഞു എന്ന് പറയുന്നത്. വാനരത്വം എന്ന് പറഞ്ഞാൽ താൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ടും ആടിക്കൊണ്ടും ചാടിക്കൊണ്ടുമൊക്കെ ഒരു വാനരൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് സന്തോഷം കാഴ്ചവെച്ചത് മാറ്റി ഒരു ദേവനെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. സീതാദേവിയെ പറ്റി ചിന്തിച്ചു. ഇങ്ങനെയൊരു ദേവി, സീതാദേവി, ശ്രീരാമസ്വാമിയെ പിരിഞ്ഞു വാഴുന്നൊരു സുന്ദരി സ്ത്രീ ഒരിക്കലും ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങില്ല. ഉറങ്ങാനുള്ള സാധ്യതയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കില്ല എന്നർത്ഥം. ജലപാനം ചെയ്യാൻ പോലും സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീ ഏതൊരു ദേവേന്ദ്രനെ കിട്ടിയാൽ പോലും സന്തോഷിക്കില്ല എന്നർത്ഥം. തൻ്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആളെയും സ്വീകരിക്കാത്തവളാണ് സീതാദേവി. ശ്രീരാമചന്ദ്രൻ്റെ തുല്യമായിട്ട് ആരാ ഉള്ളത്? വേറെ ദേവന്മാർ പോലും ഇല്ല എന്ന് പറയാണ്. അത്ര തുല്യമായിട്ട്. തീർച്ചയായും ഈ കിടക്കുന്നത് സീതാദേവി ആകില്ല, വേറൊരു സ്ത്രീയായിരിക്കും എന്ന് ചിന്തിച്ചു. ഒരു വാനര ചിന്ത വിട്ടിട്ട് ഒരു ദൈവചിന്തയിലേക്ക് എത്തിച്ചേർന്നു ഹനുമാൻ എന്ന് പറയാണ്. ഏതായാലും സീതാദേവിയെ കാണാനുള്ള മോഹത്തോടു കൂടി ഹനുമാൻ വീണ്ടും പാനശാലയിൽ തന്നെ വീണ്ടും നടന്ന് ശ്രദ്ധിച്ചു നോക്കി എന്ന് പറയാണ്. ഓരോരോ കാഴ്ചകളും. അന്യേമിതി നിശ്ചിത്യ പാനഭൂവോ ചചാരസാം ക്രീഡിതേന അപരാക്രാന്ത ഗീതേന ച തഥാപരാം. അങ്ങനെ വീണ്ടും അന്വേഷിച്ച് നടന്നു. ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. അങ്ങനെ അനവധി സ്ത്രീകളെ കണ്ടു. കിടന്നുറങ്ങുകയാണ് പലരും. കാമക്രീഡകളാൽ തളർന്നവരായിട്ട് ചിലർ, ക്ഷീണിച്ച അവശരായിട്ട്, ഗാനാലാപനം മൂലം ചിലർ നർത്തനം മൂലം അവശരായിരിക്കണു. മദ്യപാനം ചെയ്തുകൊണ്ട് ബോധരഹിതരായിട്ട് കിടക്കുന്നു പലരും. തങ്ങളുടെ വാദ്യ ഉപകരണങ്ങളുടെയൊക്കെ അടുത്ത്, മൃദംഗം, മദ്ദളം മുതലായവയുടെയൊക്കെ അടുത്ത് സ്മരണയൊക്കെ അറ്റുകൊണ്ട് ഓർമ്മയില്ലാതെ കിടന്നുറങ്ങുന്നു. എന്നാൽ ചില സ്ത്രീകളെല്ലാം സുന്ദരമായിട്ടുള്ള കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ട്. നല്ല സർവാഭരണ വിഭൂഷിതരായിട്ട് അങ്ങനെ കിടക്കുന്നതായിട്ട് അതും കാണാനായിട്ട് സാധിച്ചു. അവരൊക്കെ നല്ല നല്ല സല്ലാപങ്ങളിൽ തൽപരകളായിട്ടുള്ളവരും ശൃംഗാരഗാനങ്ങളുടെ പൊരുളറിയുന്നവരും ഒക്കെ ആയിരുന്നു എന്നൊക്കെ ഓർക്കാണ്. അത്യധികം രമിച്ച അവശരായി യാതൊരു ചിട്ടയുമില്ലാതെ ശയിച്ചിരുന്ന അവരുടെ മധ്യത്തിൽ നിന്ന് ആ മധ്യത്തിൽ കൂടെയാണ് ഹനുമാൻ സഞ്ചരിച്ചത്. രഥാഭിരഥസംസുപ്തം ദദർശഹരിയൂഥപാം. എല്ലാവരും രതിയിൽ അഭിരതരായിട്ട് അങ്ങനെ കിടന്നുറങ്ങുകയാണ്. സംസുപ്തം, അതാണ് ഹനുമാൻ കണ്ട കാഴ്ച. അന്യത്രാവി വരസ്ത്രീണാം രൂപസല്ലാപശാലിനാം. വേറെയും ധാരാളം സ്ത്രീകളെ ഇതുപോലെ തന്നെ സുന്ദരികളായിട്ടുള്ള അനേകം ക്രീഡകളെ കൊണ്ട് അവസരങ്ങളായി ഉറങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു. അവർ തൻ്റെ ദേശത്തിനും കാലത്തിനും ഉചിതമായിട്ടുള്ള വാക്കുകളാണ് ആ സുന്ദരിമാർ പറയുള്ളൂ. അവരെല്ലാം ഇന്നലെ രാത്രി രമിച്ച് സംതൃപ്തി അടഞ്ഞ് ക്ലാന്തരായിക്കൊണ്ട് നിദ്രാവശകരായിട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ള അത് കാഴ്ച കണ്ടുകൊണ്ട് നടന്ന ഹനുമാൻ പിന്നീട് ആ രാവണനെ ഒന്ന് നോക്കുകയാണ്. വലിയൊരു ഗോശാലയിലെ പശുക്കളുടെ മധ്യത്തിൽ കൂറ്റൻ കാളയെപ്പോലെ കിടന്നുറങ്ങുന്ന ആ രാക്ഷസൻ, മഹാഭുജനായിട്ടുള്ള രാക്ഷസൻ നാരീരത്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കിടക്കണു.
ആ രാക്ഷസനെ കണ്ടാൽ കൊടുങ്കാട്ടിലെ പിടിയാനങ്ങളുടെ നടുക്ക് കിടക്കുന്ന കൊമ്പനാനയെ പോലെ തോന്നും എന്ന് പറയാണ്. മതമത്തനായിട്ട് യാതൊന്നിനെ പറ്റിയിട്ടും ബോധമില്ലാതെ അങ്ങനെ അവശനായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ആ രാവണൻ്റെ ആ രാജഭവനത്തിൽ എല്ലാവിധ ഭക്ഷ്യ പാന വസ്തുക്കളും ഒക്കെ കാണാൻ സാധിച്ചു. പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ സുവർണപാത്രങ്ങളിലൊക്കെ എടുത്തു വെച്ചുകൊണ്ടും ചിലതൊക്കെ തിന്ന് ബാക്കിയാക്കിക്കൊണ്ടൊക്കെ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. മയിൽ, കോഴി മുതലായ പക്ഷികളുടെയൊക്കെ മാംസങ്ങൾ അതെല്ലാം വേവിച്ച് അത് പലതും ചേർത്തുകൊണ്ട് പരിപ്പും മറ്റും ചേർത്ത് വേവിച്ച് തൈര്, ഉപ്പ് മുതലായിട്ടുള്ള വസ്തുക്കളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ കറികൾ, മുള്ളംപന്നി, മയിൽ മുതലായവയുടെ മാംസക്കറികൾ അതെല്ലാം പകുതിയൊക്കെ തിന്ന് ബാക്കി വെച്ചുകൊണ്ട് കാട്ടുപോത്ത്, മറ്റുള്ള മത്സ്യങ്ങൾ ഇതിനെയൊക്കെ വേവിച്ചിട്ടുള്ള ഇറച്ചിക്കറികൾ, ആട്ടിൻ മാംസം ഒക്കെ അവിടെയായിട്ട് ധാരാളം ഇട്ടിരിക്കുന്നതായിട്ട് ഹനുമാൻ കണ്ടു. പലതരത്തിലുള്ള ലേഹ്യങ്ങൾ, പാനവസ്തുക്കൾ, ഭോജ്യവസ്തുക്കൾ, ഉപ്പും പുളിയൊക്കെ ധാരാളം ചേർത്ത കറികൾ ഇതെല്ലാം സുവർണപാത്രങ്ങളിൽ അങ്ങനെ നിറഞ്ഞു കിടക്കുന്നു, ബാക്കിയായി കിടക്കുന്നു. അങ്ങനെയുള്ള പലതരം കാഴ്ചകളാണ് ആഞ്ജനേയസ്വാമി കണ്ടത്. ലേഹ്യാൻ ഉച്ചാവചാൻ പേയാൻ ഭോജ്യാനി വിവിധാനി ച തഥാമ്ല ലവണോത്തംസൈർ വിവിധേർ രാഗഷാഡവൈ. ലേഹ്യങ്ങളും കഴിക്കാനുള്ള പാനവസ്തുക്കളും ഭോജ്യാനി ഭക്ഷണവസ്തുക്കളും പലതരം വിവിധാനിച്ച തഥാ അമ്ല ലവണോത്തംസൈർ അമ്ലവും ഉപ്പും പുളിയൊക്കെ ചേർത്ത് സ്വാദിഷ്ടമാക്കിയിട്ടുള്ള അത്തരം ഭോജ്യവസ്തുക്കളെല്ലാം കണ്ടു. പിന്നെ ഹാരനൂപുര കേയൂരൈർ അപവിദ്ധൈർ മഹാധനൈ പാനഭാജന വിക്ഷിപ്തൈ ഫലൈശ്ച വിവിധൈരപി. അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ള തോൾവളകൾ, മുത്തുമാലകൾ ഒക്കെ ഇവിടെയൊക്കെ ഊരി വീണ് കിടക്കണു, പൊട്ടിച്ചിത്ര കിടക്കണു. തറയിലെ പൂവൊക്കെ വിരിച്ചിട്ടുണ്ട്. അവിടെ ശയനാ ആസനങ്ങളൊക്കെ അങ്ങിങ്ങ് ഉജ്ജ്വല കാന്തിയോടെ പ്രകാശിക്കുന്നു. പാചകവിദ്യയിൽ അദ്വിതീയരായിട്ടുള്ള അനേകം ആളുകൾ പലതരത്തിലുള്ള സസ്യാഹാരങ്ങൾ സ്വാദിഷ്ടങ്ങളാക്കി നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ദിവ്യങ്ങളായിട്ടുള്ള അതുപോലെ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള പലതരം മദ്യങ്ങൾ അവിടെ തട്ടിയും ചിന്നിയും കിടക്കുന്നുണ്ട്. ശർക്കര, തേൻ മുതലായിട്ടുള്ള വസ്തുക്കൾ ചേർത്തുകൊണ്ട് ആസവരൂപത്തിലുള്ള മദ്യങ്ങളും ധാരാളം അവിടെ കാണാനായിട്ട് കഴിഞ്ഞു. ശർക്കരാസവ മാധ്വീക പുഷ്പാസവ ഫലാസവാം വാസചൂർണൈശ്ച വിവിധൈർ ദൃഷ്ടാസ്തൈ തൈ പൃഥക് പൃഥക്. വെവ്വേറെയായിട്ട് ഓരോ പാത്രങ്ങളിലും പലതരം കൃത്രിമ നിർമ്മിതങ്ങളായിട്ടുള്ള മദ്യങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. പലതരം പകുതിയാക്കി വെച്ചിട്ടുണ്ട്, പലതും താഴെ വീണ് കിടപ്പുണ്ട്. നാനാതരത്തിൽ സുഗന്ധവാഹികളായിട്ടുള്ള ചൂർണങ്ങൾ നിറയിട്ടുള്ള പുഷ്പമാലകൾ ഒട്ടധികം അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. വെള്ളി, സ്ഫടികം മുതലായവ ഉണ്ടാക്കിയിട്ടുള്ള പലതരം പാത്രങ്ങൾ, പൊന്നിൻ കിണ്ടികൾ, ഇങ്ങനെ ആ പാനഭൂമി ഏറ്റവും അധികം ശോഭിച്ചിരുന്നു എന്ന് പറയും. ഇത്തരം വസ്തുക്കളെല്ലാം നിറഞ്ഞ സ്വർണ്ണ പാത്രത്തിലൊക്കെയാണ് മദ്യം സേവിച്ചിരുന്നത്. വെള്ളി, കനകം മുതലായവ കൊണ്ടുള്ള കുടങ്ങളിൽ നിറച്ചു വെച്ച ഒന്നാം തരം മദ്യം അനവധി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അതും ഹനുമാൻ കണ്ടു എന്ന് പറയുകയാണ്. അത്തരം പാനപാത്രങ്ങളിൽ വെള്ളി, സ്വർണ്ണം മുതലായവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാനപാത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ചിലതിൽ പകുതിയായിട്ടിരിക്കുന്നു മദ്യങ്ങൾ. ചിലതിൽ നിന്ന് മുഴുവൻ കുടിച്ച് പാത്രം വലിച്ചെറിഞ്ഞ മട്ടിൽ ചിലത് ഒരു തുള്ളി പോലും കുടിക്കാതെ അതേപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ചിലതിലൊക്കെ നിറച്ച് മദ്യം ഇരിപ്പുണ്ട്, കിടപ്പുണ്ട്. ചിലതിലെല്ലാം അത് കുടിച്ച് വലിച്ചെറിഞ്ഞ പോലെ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ്. രാജധാനിച്ച പൂർണ്ണാനി ഭാജനാനി മഹാകപി ക്വചിൽ അർത്ഥാവശേഷാണി ക്വചിൽ പീതാനി സർവശ.
ഹനുമാൻ കണ്ട കാഴ്ചയാണ്. പലതിലും ധാരാളം നിറച്ചു വെച്ചിരിക്കുന്ന മദ്യപാത്രങ്ങൾ, ചിലതിൽ പകുതി മദ്യം സേവിച്ച് ബാക്കിയെല്ലാം ബാക്കി കിടക്കുന്നു. ചിലതെല്ലാം കുടിച്ചു കഴിഞ്ഞ് വലിച്ചെറിഞ്ഞിരിക്കുന്നു ചില പാത്രങ്ങൾ. ചില സ്ഥലത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ബാക്കിയായി കിടക്കുന്നു, ചോറൊക്കെ ബാക്കിയായിട്ട് കിടക്കുന്നു. കൂടൊക്കെ ചെരിഞ്ഞ് മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചില പാത്രങ്ങളിൽ. തട്ടിയും മുട്ടിയും മുടഞ്ഞു കിടക്കുന്ന കിണ്ടികൾ അതെല്ലാം അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. പനിനീര് കൊണ്ട് ശീതളമാക്കിയിട്ടുള്ള നല്ല മാലകൾ, പകുതി കടിച്ചു തിന്ന പഴങ്ങൾ, പട്ടുമെത്തകളിൽ പലതിലും തരുണീരത്നങ്ങൾ, സുന്ദരികളായിട്ട് സ്ത്രീകൾ പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുന്നതായിട്ട് കണ്ടു. അവർക്കൊന്നും ബോധം തന്നെയില്ല, അവശയായിട്ട് ഉറങ്ങുന്നു. ഒരുവൾ മറ്റൊരുവളുടെ വസ്ത്രമെടുത്ത് പുതച്ചിരിക്കുന്നു. അവളുടെ വസ്ത്രവും മനോഹര മാലകളും നിശ്വാസങ്ങളും മന്ദമാരുതം തട്ടിയതുപോലെ അധികം ചലിപ്പിക്കാതെ കിടക്കുന്നു. എങ്ങനെയെല്ലാം കാഴ്ചകളാണ് കണ്ടത്. കുതിർന്ന ചന്ദനം, പലതരത്തിലുള്ള മദ്യങ്ങൾ, നാനാതരത്തിലുള്ള ധൂപങ്ങൾ, വിചിത്രമായിട്ടുള്ള കുസുമമാല്യങ്ങൾ, ഇവയുടെ മണമെല്ലാം വഹിച്ച് മാരുതൻ എന്ന പല രൂപത്തിലും പലതരത്തിലും അവിടെ വീശുന്നു. കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധ വ്യാപനമൊക്കെ വർണ്ണിക്കുകയാണ്. നാത്യർത്ഥം സ്പന്ദതേ ചിത്രം പ്രാപ്യ മന്ദമിവാനിലം. മന്ദമാരുതൻ കാറ്റ് വീശുന്ന സമയത്ത് ചന്ദനസ്യ ച ശീതസ്യ ശീതോർ മധുരസസ്യ ച, ചന്ദനത്തിൻ്റെയും മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങളുടെയും ധൂപങ്ങളുടെയൊക്കെ ഗന്ധം അവിടെ പലതരത്തിലും വ്യാപിച്ചു കിടക്കുന്നു. ഉത്തമങ്ങളായിട്ടുള്ള ചന്ദനങ്ങളുടെ ധൂപങ്ങളുടെയും പരിമളം ആ പുഷ്പക വിമാനത്തിൽ അപ്പോൾ കൂടി നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറയാണ്. അങ്ങനെ രാവണൻ്റെ അന്തപുരത്തിലുള്ള പാനശാലയിൽ ബോധമറ്റ് കിടക്കുന്ന, ഗാഠനിദ്ര ചെയ്ത് കിടക്കുന്ന സ്ത്രീകളിൽ പലതരം സ്ത്രീകളെ കണ്ടു. കറുത്തവരും വെളുത്തവരും ഇരുനിറമുള്ളവരും സുവർണ വർണ്ണമുള്ളവരൊക്കെ പലതരത്തിലുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെയാണ് കണ്ടത്. ശ്യാമാവതാതസ്തത്രാന്യ കാശിൽ കൃഷ്ണാവരാംഗന. ചിലരൊക്കെ കറുത്ത നിറമുള്ളവർ, സുന്ദരികളായിട്ട് സ്ത്രീകൾ. കാശിൽ കാഞ്ചനവർണ്ണാംഗ്യ, കാഞ്ചനവർണ്ണമുള്ള സ്ത്രീകൾ. പ്രമദകളായിട്ടുള്ളവർ. രാക്ഷസൻ്റെ രാവണൻ്റെ ആ ശാലയിൽ അത്തരം സ്ത്രീകളെ, പലതരം സുന്ദരികളായിട്ട് സ്ത്രീകൾ ബോധമറ്റ് കിടക്കുന്നതായിട്ടാണ് ഹനുമാൻ കണ്ടത്. കാമാർത്ഥകളായിട്ട് കിടന്നുറങ്ങുന്ന അവർ കൂമ്പി നിൽക്കുന്ന താമരപ്പൂ പോലെ ശോഭിച്ചു എന്നൊക്കെ വർണ്ണിക്കുന്നു. അങ്ങനെ രാവണ അന്തപുരത്തിലുള്ള സ്ത്രീകളെ മുഴുവൻ അതിതേജസ്വിയായിട്ട് ഹനുമാൻ നോക്കിക്കണ്ടു. എന്നാൽ ആരെയാണോ കാണണമെന്ന് ആഗ്രഹിച്ചത് ആ സുന്ദരി സ്ത്രീയെ മാത്രം കണ്ടില്ല എന്ന് പറയുകയാണ്. നിദ്രാവശ്യരായിട്ട് ബോധമറ്റ് കിടക്കുന്ന കാമിനികളെ നോക്കി ഹനുമാൻ ചിന്തിക്കുകയാണ്. നിരീക്ഷമാണശ്ച താ സ്ത്രീയ സംഹാകപി ജഗാമ മഹതിം ചിന്താം ധർമ്മസാധ്വസ സംഗീത. താൻ ധർമ്മത്തിനെതിരായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ എന്ന് ചിന്തിക്കുകയാണ് ഹനുമാൻ. താൻ ഈ മറ്റുള്ള സ്ത്രീകളെ നോക്കി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ നോക്കി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മഹാനി ഉണ്ടാക്കുന്നതാണല്ലോ. പരതാരങ്ങളെ എങ്ങനെ നോക്കാൻ പാടില്ല. എൻ്റെ ദൃഷ്ടി അന്യസ്ത്രീകളിൽ പതിക്കുകയേ പതിവില്ല. പക്ഷേ ഇന്ന് ഞാൻ പരസ്ത്രീകളെ സശ്രദ്ധം നോക്കിക്കണ്ടു. എന്താണ് അതിന് കാരണം? സ്ത്രീകളുടെ ഇടയിലല്ലേ സീതാദേവി ഉണ്ടാകുള്ളൂ എന്നുള്ള പ്രതീക്ഷയോടുകൂടി. എന്നിട്ടും ഇത്രയൊക്കെ നോക്കി കണ്ടിട്ട് പോലും ഹനുമാൻ്റെ ഹൃദയത്തിന് ഒരു പതർച്ച പോലും പറ്റിയിട്ടില്ല എന്ന് പറയാണ്. മഹാമനസ്കനായിട്ടുള്ള ആ ധീരധീരൻ്റെ ചിന്ത വർണ്ണിക്കുകയാണ്. സംശയം ലേശം പോലുമില്ലാതെ കിടന്നുറങ്ങുന്ന ഈ സ്ത്രീകളെ മുഴുവൻ ഞാൻ കണ്ടുവെങ്കിലും എൻ്റെ ഹൃദയത്തിന് അല്പം പോലും ചലനം വന്നിട്ടില്ല എന്ന് ആഞ്ജനേയൻ ചിന്തിക്കുകയാണ്. കാമം ദൃഷ്ടാ മയാ സർവ വിശ്വസ്ത രാവണസ്ത്രീയ.
നഹിമേ മനസ്സക്കിഞ്ചിൽ വൈകൃത്യം ഉപപദ്യതേ. എൻ്റെ മനസ്സിന് യാതൊരു ചലനവും യാതൊരു വൈകൃത്യവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എൻ്റെ ഹൃദയത്തിന് അല്പം പോലും ചലനം വന്നിട്ടില്ല. ഇന്ദ്രിയങ്ങളെ വശത്താക്കുന്നതൊക്കെ മനസ്സാണല്ലോ. ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തനക്ഷമത കൊടുക്കുന്ന മനസ്സാണ്. നല്ലതിലേക്കും ചീത്തയിലേക്കും പോകാൻ മനസ്സാണ് പ്രേരിപ്പിക്കുന്നതെന്നർത്ഥം. അങ്ങനെയുള്ള എൻ്റെ മനസ്സ് പഴയ നിലയിൽ നിന്ന് അണുപോലും ഇളകിയിട്ടില്ല എന്ന് ചിന്തിക്കുന്നു ഹനുമാൻ. ഇത്രയധികം സ്ത്രീകളെ കണ്ടുവെങ്കിലും പലതരത്തിലുള്ള സ്ത്രീകളെ, പല സുന്ദരികളായിട്ട് സ്ത്രീകളെ പലതരത്തിൽ അവർ കിടക്കുന്നു. മദ്യം സേവിച്ചും ബോധമില്ലാതെ കിടക്കുന്ന സ്ത്രീകളെ കണ്ടിട്ട് പോലും തനിക്ക് യാതൊരു വികാരവും ഉണ്ടായില്ല എന്ന് ഓർക്കുകയാണ് ആഞ്ജനേയൻ. തൻ്റെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും സംഭവിച്ചിട്ടില്ല. മനോഹി ഹേതു സർവേഷാം ഇന്ദ്രിയാണാം പ്രവർത്തനേ. മനസ്സാണ് എല്ലാത്തിനും കാരണം. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ കാരണം മനസ്സാണ്. ശുഭാശുഭാസ്വവസ്ഥാസു. ശുഭവും അശുഭവുമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതൊക്കെ മനസ്സിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. തച്ചമേ സുവ്യവസ്ഥിതം. അതിലെനിക്ക് യാതൊരു മാറ്റവും, എനിക്ക് യാതൊരു ചലനവും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എവിടെയെങ്കിലും സീതാദേവി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുള്ള മോഹത്തോടു കൂടി താൻ ഓരോ സ്ത്രീകളുടെയും മുഖത്ത് ശ്രദ്ധിച്ചു എന്ന് മാത്രം. ഇത് സീതയാണോ, ഇത് സീതയാണോ, ഇത് കിടക്കുന്ന സീതാദേവിയാണോ എന്ന് ഓരോരുത്തരെയും നോക്കിക്കൊണ്ടാണ് താൻ ആ ശാലയുടെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ചത്. അല്ലാതെ ഇത്തരം സ്ത്രീകളിൽ യാതൊരു വിധത്തിലുള്ള മനഃശാഞ്ചല്യവും തനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിക്കുന്നു. ഇനി ന്യായീകരിക്കുകയാണ് തൻ്റെ കാഴ്ചപ്പാടിനെ. കാരണം സ്ത്രീകളുടെ ഇടയിലല്ലേ സീതാദേവിയെ കാണുള്ളൂ. ഒരു സ്ത്രീയെ അന്വേഷിച്ച് നടക്കുമ്പോൾ പുരുഷന്മാരുടെ ഇടയിൽ അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. നാന്യത്രജ മയാശക്യ വൈദേഹി പരിമാർഗിതം. വൈദേഹിയെ അന്വേഷിക്കുന്നത് വേറെ എവിടെയാണ് അന്വേഷിക്കാൻ സാധിക്കുക? സ്ത്രീയോ ഹി സ്ത്രീഷു ദൃശ്യന്തേ. സ്ത്രീകളുടെ ഇടയിലല്ലേ കാണുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സർവഥാ പരിമാർഗണെ, എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിച്ച് നടന്നത്. ഏത് ജീവിയായാലും ശരി ആ വർഗത്തിൽ ചെന്ന് തന്നെ പരതണം. പെൺമാൻകൂട്ടത്തിൽ പോയി ദേവിയെ ആരാഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറയാണ്? മാൻകൂട്ടത്തിൽ കിടക്കില്ലല്ലോ. ഏത് വർഗത്തിലുള്ള ജന്തുക്കളെ നമ്മൾ അന്വേഷിക്കുമ്പോഴും, ഇപ്പോൾ നായ്ക്കളെ അന്വേഷിക്കുകയാണെങ്കിൽ നായ്ക്കളുടെ ഇടയിൽ അന്വേഷിക്കണം. പൂച്ചകളെ ഒരു പ്രത്യേക പൂച്ചയെ അന്വേഷിക്കുകയാണെങ്കിൽ പൂച്ചകളുടെ ഇടയിൽ അന്വേഷിക്കണം. അല്ലാതെ നായ്ക്കളുടെ ഇടയിൽ പൂച്ച ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ആ ഒരു ന്യായീകരണത്തിൽ ഞാൻ ഇതാ രാവണൻ്റെ അന്തഃപുരത്തിൽ എല്ലാ സ്ഥലത്തും തിരിഞ്ഞു. സ്ത്രീകളെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിക്കാൻ കാരണം സ്ത്രീയായ സീതയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ അല്പം പോലും ദോഷചിന്ത എനിക്കുണ്ടായിട്ടില്ല. എന്നാലും എൻ്റെ ശ്രമം ഇതൊരു സഫലീകൃതമായില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം ആഞ്ജനേയസ്വാമിക്കുണ്ടായിരുന്നു എന്ന് പറയാം. ഇത്രയായിട്ടും ശരി സീതാദേവിയെ മാത്രം കാണാൻ സാധിച്ചില്ല. തദിതം മാർഗിതം താവൽ ശുദ്ധേന മനസാമയാം രാവണാന്തപുരം സർവം ദൃശ്യത എന്ന ജാനകി. ഈ ഒരു മാർഗം സ്ത്രീകളെ കണ്ടുപിടിക്കാൻ സ്ത്രീകളുടെ ഇടയിൽ തന്നെ അന്വേഷിക്കണം എന്നുള്ള ആ മാർഗത്തിൽ കൂടെ തന്നെ താൻ വളരെ ശുദ്ധഭാവത്തോടുകൂടി അന്വേഷിച്ച് നടന്നു സീതാദേവിയെ. രാവണാന്തപുരം സർവം ദൃശ്യതേ. രാവണൻ്റെ അന്തപുരം മുഴുവൻ ഞാൻ അന്വേഷിച്ച് നടന്നു. എങ്കിലും ദൃശ്യതേ നച ജാനകിയെ കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ആഞ്ജനേയസ്വാമി ധാരാളം സ്ത്രീകളെ, ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും നാഗേന്ദ്രന്മാരുടെയൊക്കെ പെൺകുട്ടികളെ ഹനുമാൻ അവിടെ കാണുണ്ടായി, രാവണാലയത്തിൽ കാണുണ്ടായി. ജാനകി ദേവിയെ മാത്രം കണ്ടില്ല എന്ന് മാത്രം. ഉത്തമരായിട്ടുള്ള അനേകം സ്ത്രീകളെ, സൗന്ദര്യവതികളായിട്ടുള്ള സ്ത്രീകളെ ആഞ്ജനേയസ്വാമി കാണാനായിട്ട് ഇടവന്നു. പക്ഷേ ശ്രീരാമ സഹധർമ്മിണിയെ മാത്രം കണ്ടില്ല. അതുകൊണ്ട് ഇനി ഇവിടുന്ന് മാറി വേറെ എവിടെയെങ്കിലും അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ആഞ്ജനേയൻ. പാനഭൂമി വിട്ട് തുടർന്ന് അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചു എന്നാണ്. വേറെ മറ്റുള്ള ശാലകളിൽ പോയിട്ട് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചു ഹനുമാൻ. ദേവഗന്ധർവ കന്യാശ്ച നാഗകന്യാശ്ച വീര്യവാൻ അപേക്ഷമാണോ ഹനുമാൻ നൈവാപശ്യത ജാനകിയും. എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നിട്ടും സുന്ദരികളായിട്ടുള്ള ദേവസ്ത്രീകളെ, ഗന്ധർവസ്ത്രീകളെ, നാഗസ്ത്രീകളെ ഇവരെ എല്ലാവരെയും
കണ്ടു ആ രാവണൻ്റെ അന്തഃപുരത്തിൽ. എങ്കിലും അതിലൊന്നും സീതാദേവിയെ കാണാനായിട്ട് സാധിച്ചില്ല. താം അപശ്യൻ കപിസ്തത്ര പശ്യംശാന്യ വരശ്രിയ അപക്രമ്യതഥാ വീര പ്രത്യാതും ഉപചക്രമേ. അങ്ങനെ കാണാതെ വന്നപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഇനി വേറെ സ്ഥലങ്ങളിൽ അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. സഭൂയസ്തു പരം ശ്രീമാൻ മാരുതിർ യത്നമാസ്ഥിതാം ആപാനഭൂമി ഉത്സൃജ്യ താം വിജയിതും പ്രചക്രമേ. ആ പാനഭൂമി ഉപേക്ഷിച്ചിട്ട് മറ്റുള്ള ഇടങ്ങളിൽ അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചു ആഞ്ജനേയൻ എന്ന് പറയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ 11ാമത്തെ സർഗം സമർപ്പിച്ചത്. ഇനി അടുത്ത സർഗത്തിൽ അന്തഃപുരത്തിൽ പോയി വീണ്ടും അന്വേഷിക്കുകയാണ്. അന്തഃപുരം മുഴുവൻ അരിച്ചു പെറുക്കി അന്വേഷിച്ചു ഹനുമാൻ. എന്നിട്ടും സീതാദേവിയെ കാണാനായിട്ട് സാധിച്ചില്ല എന്ന് വർണ്ണിക്കുകയാണ്. ഉത്തമരായിട്ടുള്ള സുന്ദരി സ്ത്രീകളെ കൂട്ടം കൂട്ടമായി കണ്ടിട്ട് പോലും തൻ്റെ ദേവിയെ മാത്രം കാണാഞ്ഞപ്പോൾ മാരുതിയുടെ ഹൃദയം ദുഃഖിച്ചു എന്ന് പറയാണ്. താൻ ഇത്രയും ബുദ്ധിമുട്ടി മഹാസമുദ്രത്തിൽ ചാടിക്കടന്ന് ഇത്ര ദൂരം എത്തിയത് വെറുതെയായി തീരുവോ എന്നുള്ള ചിന്ത ഹനുമാനെ വേട്ടയാടി എന്ന് വർണ്ണിക്കുകയാണ് അടുത്ത 12ാം സർഗത്തിൽ. 12ാം സർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ രാവണൻ്റെ അന്തഃപുരത്തിലുള്ള അന്വേഷണം അത് വർണ്ണിക്കാം. ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 രാമ